എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഉച്ചയൂണിന് മീൻ വറുത്തതും മീൻ കറിയും ഒന്നുമില്ലെങ്കിലും ഇതുപോലെ ഒരു കിടുക്കാച്ചി ഫിഷ് പിക്കിൾ ഉണ്ടെങ്കിൽ ഉച്ചയൂണ് കുശാലാകും. അപ്പോൾ ഈ കിടിലൻ ഫിഷ് പിക്കിള് നമ്മൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരു 1.25 കിലോ കേരമീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിക്കിളിൻ്റെ വലുപ്പത്തിൽ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വെള്ളം തോരാനായിട്ട് വെച്ച് വെള്ളമെല്ലാം വാർന്ന് ഇരിക്കുന്നതാണ്. അതൊരു വലിയ ബൗളിലേക്ക് നമുക്ക് ആക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് പൊടി, 1-2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ച് നമുക്കിത് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞാലും മതി. അപ്പോൾ നന്നായിട്ട് മുളകൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, പച്ചമുളക് ഒരു 6-7 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു കൈപ്പിടി കറിവേപ്പില. ഇനി നല്ല പോലെ കൊടംപുളി തിളപ്പിച്ച വെള്ളം വേണം. ഒരു 1.5 കപ്പ് കൊടംപുളി തിളപ്പിച്ച വെള്ളം. ഒരു 6-7 ചുള കൊടംപുളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് അതിൻ്റെ സത്തെല്ലാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിത് അതിൽ നിന്ന് കൊടംപുളി എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇതിനുള്ള മസാലയാണ് നമ്മുടെ പിക്കിൾ പൗഡർ. 4-5 ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി എടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ പിക്കിൾ മസാല. ഇനി വലിയ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 1/4 കിലോ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് ഈ മീൻ ഒരു ഭാഗമായിട്ട് 2-1 ഭാഗം നമുക്കിപ്പം ചേർത്ത് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം മീൻ ചേർത്ത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി എല്ലാ വശവും ഒന്ന് മുരിഞ്ഞു വരുന്നത് പോലെ, ഒരുപാട് മൂത്ത് പോകരുത്, ഒരുവിധം ഒന്ന് മുരിഞ്ഞു വന്നാൽ മതി. ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. ഈ ഒരു പരുവം മതി. നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് മുഴുവൻ ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ബാക്കിയും കൂടെ ഇതിലേക്ക് ഒരുമിച്ച് ചേർക്കാം. ഇങ്ങനെ അടി കട്ടിയുള്ള പരന്ന പാൻ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാകുമ്പം നിരന്ന് കിടന്ന് ഒരുപോലെ ഫ്രൈ ആയി കിട്ടാൻ വളരെ എളുപ്പമാണ്. അപ്പം നമ്മൾ ആദ്യത്തേത് കോരി മാറ്റി വെച്ചു. ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും നമ്മൾ കോരി മാറ്റി വെച്ചു. അതേ എണ്ണയിൽ തന്നെയാണ് പിക്കിൾ തയ്യാറാക്കുന്നത്. ഈ വറുത്ത മീൻ നമുക്ക് മാറ്റി വെക്കാം. ഒരുപാട് മൂത്ത് പോകരുത്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഏകദേശം 1 കപ്പോളം ഇഞ്ചിയുണ്ട്. 1/4 കപ്പ് വെളുത്തുള്ളി അരിഞ്ഞതും അതോടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റി എടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ പച്ചമുളക് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കണം. പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പില നന്നായിട്ട് വേണം. 1-1.5 പിടി കറിവേപ്പില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും നന്നായിട്ട് മുരിഞ്ഞ് വരണം. കറിവേപ്പില ക്രിസ്പി ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു പാകം. ഈ ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും ഒക്കെ ആവശ്യമായ ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലെ ജലാംശമൊക്കെ ഒന്ന് നന്നായിട്ട് മാറി ഇത് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ വഴറ്റണം. അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പോകും. ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുത്തിട്ട് നമ്മുടെ പിക്കിൾ മസാല നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റണം. ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റണം. വഴന്ന് നല്ല മൂത്ത മണം വരുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന
മീൻ കഷ്ണങ്ങൾ ഈ സമയം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൽ കുറച്ച് എണ്ണയുണ്ടായിരുന്നു, അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തുടരെ ഇളക്കണം. ഈ അരപ്പ് ഈ മീൻ കഷ്ണങ്ങളിൽ നന്നായിട്ട് പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇനി 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന കുടംപുളിയുടെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നാച്ചുറലായിട്ടുള്ള വിനിഗറാണ്. തേങ്ങാവെള്ളം കൊണ്ട് ഉണ്ടാക്കുന്ന, പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ പ്രത്യേകം തയ്യാറാക്കുന്ന വിനാഗിരിയും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വിനാഗിരി ഏകദേശം ഒരു 3/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ പാകം നോക്കിയിട്ട് പോരാഴികയുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞ് നമുക്കിത് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. ഈ പാത്രത്തിൽ നിന്ന് മാറ്റി ഒരു ഗ്ലാസ് ബൗളിലേക്ക് നമുക്ക് ആക്കി കൊടുക്കാം. ആ ബൗളിൽ തന്നെ ഇരുന്ന് ഇത് നന്നായിട്ട് തണുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു പിക്കിള് നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും ഒക്കെ ലഞ്ച് ബോക്സിലേക്ക് വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാം. ഇതിപ്പം നന്നായിട്ട് തണുത്ത് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് എടുത്തതാണ്.